അപ്പോൾ ദേ ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് കുറച്ച് ഉപ്പിട്ടു, പിന്നെ ഇതാ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരുംജീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം. അപ്പോൾ ദേ വെള്ളമൊക്കെ തിളച്ച് വന്നു. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതൊരു 90% വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് സവാള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും നമ്മൾ തയ്യാറാക്കി വെക്കുക. ഇനി ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് അരിഞ്ഞ് വെച്ച സവാളയാണ് ചേർക്കുന്നത്. അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഉപ്പിട്ടു, പിന്നെ അതേ മുളകും അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ചിക്കൻ മസാല, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തു. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്തു. ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതേ ചിക്കനൊക്കെ അങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ പാത്രത്തിലേക്ക് നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ലാസ്റ്റ് ലെയറിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ചിക്കനും ഗ്രേവിയും എല്ലാം ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ലെയറിലേക്ക് റൈസ് ഇടുക. അതിലേക്ക് സവാള ഫ്രൈ ചെയ്ത് വെച്ചത്, പിന്നെ അതാ കുറച്ച് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. പിന്നെ അതാ കിസ്മിസും അണ്ടിപ്പരിപ്പുമാണ്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തതും കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയറാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തത്, പൈനാപ്പിൾ, കിസ്മിസ്, പിന്നെ അതാ മല്ലിയില, പിന്നെ ചേർക്കുന്നത് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ഒരു കളറിന്. അപ്പോൾ അതും ചേർത്തു. അപ്പോൾ ഇനി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇതാ ഇലയിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സൈഡായിട്ടുള്ളത് ചള്ളാസും, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ 2 ലെഗ് പീസും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്.